കണ്ട ഏറ്റവും വലിയ പകൽക്കൊള്ളയുടെ ചുരുള് അഴിയുകയാണ്. അയ്യപ്പന്റെ മണ്ണിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ വന്നിരിക്കുന്നു. വെറും സ്വർണ്ണക്കടത്തല്ല, ഒരു വിശ്വാസ സമൂഹത്തെ ആകെ വഞ്ചിച്ചുകൊണ്ട് നടന്ന ഈ അഴിമതിയുടെ വേരുകൾ ഭരണകൂടത്തിന്റെ ഇടനാഴികളിലേക്കാണ് നീളുന്നത്. ഇത് വെറുമൊരു കേസല്ല, CPM-ന്റെ രാഷ്ട്രീയ അന്ത്യത്തിലേക്കുള്ള തുടക്കമായിരിക്കും എന്ന് നമുക്ക് അടിവരയിടാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ വീണ്ടും പരിശോധന നടത്തുവാൻ ഹൈക്കോടതി നിർദ്ദേശമെത്തിയിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. VSSCയിലായിരുന്നു സാമ്പിളുകൾ ആദ്യം പരിശോധനയ്ക്കായിട്ട് അയച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ VSSC സമർപ്പിച്ച റിപ്പോർട്ട് SITക്ക് കൈമാറിയതുമാണ്. ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും നൽകിയിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച കോടതി ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്തുന്നതിനായിട്ട് VSSCക്ക് കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് പാളികളുടെ സാമ്പിളുകൾ മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. SITയുടെ ആവശ്യം പരിഗണിച്ച പാളികളിലെ സാമ്പിൾ എടുത്ത് വീണ്ടും പരിശോധന നടത്തുവാനാണ് കോടതി നിർദ്ദേശം. പാളികൾ എന്തെങ്കിലും തരത്തിൽ മാറിയിട്ടുണ്ടോ എന്നറിയുവാനും എത്രത്തോളം സ്വർണം പാളികളിൽ ഇപ്പോൾ ഉണ്ട് എന്നറിയുവാനും ശാസ്ത്രീയ തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീണ്ടും പരിശോധന നടത്താനുള്ള കോടതി നിർദ്ദേശിക്കാനുള്ള കാരണം. മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയച്ച പരിശോധന നടത്തുവാൻ കോടതി നിർദ്ദേശിക്കാനുള്ള കാരണവും അവിടെ ഏറ്റവും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഫലം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. കേസിൽ ഇടക്കാല ഉത്തരവാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലും പ്രത്യേക അന്വേഷണം നടത്തുവാൻ കോടതി നിർദ്ദേശമെത്തിയിട്ടുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണകാലത്തെ കൊടിമര പുനർനിർമ്മാണത്തിലാണ് പ്രത്യേക അന്വേഷണം നടത്തുക. സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ മൊത്തത്തിൽ കടത്തി പുതിയ പാളികൾ സ്ഥാപിച്ചതാണോ എന്നതാണ് VSSCയുടെ റിപ്പോർട്ടിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. കൃത്യമായ ഉത്തരം VSSCയുടെ റിപ്പോർട്ടിൽ ഇല്ലതാനും. 1998-ൽ മെർക്കുറി ഉപയോഗിച്ചാണ് UB ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞത്. എന്നാൽ ചില പാളികളിൽ മാത്രം മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ല എന്നാണ് പരിശോധന റിപ്പോർട്ട് വന്നത്. മാസപൂജയ്ക്കായിട്ട് അടുത്ത ആഴ്ച നട തുറന്ന ശേഷം സാമ്പിൾ ശേഖരിക്കാനാണ് തീരുമാനം എന്നാണ് വിവരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം വന്നതോടുകൂടി ഭരണസിരാ കേന്ദ്രങ്ങൾ വിറച്ചിരിക്കുകയാണ്. അടച്ചിട്ട മുറിയിലായിരുന്നു ഹൈക്കോടതി കേസ് പരിഗണിച്ചത്. ഫെബ്രുവരി 19-ന് വീണ്ടും കേസ് പരിഗണിക്കും. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം കമ്മീഷണർ N. വാസു സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കോടതി നാളെ വാദം കേൾക്കും. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് N. വാസു ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിൽ മാത്രമാണ് വാസു പ്രതിയായിട്ടുള്ളത്. അതിനിടയിൽ സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് BJPയിലെ പ്രമുഖ നേതാക്കളുമായിട്ട് ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങളും പുറത്ത് വരുന്നുണ്ട് താനും. കർണാടക മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡയ്ക്കൊപ്പം പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. 2020 ജനുവരിയിൽ ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണ്ണവാതിലുകൾ സമർപ്പണത്തിന് എത്തിയത് സദാനന്ദ ഗൌഡയായിരുന്നു. കർണാടക മുൻ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണനും പരിപാടിക്ക് എത്തിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മാസവും കേസിൽ കുറ്റപത്രം നൽകാനായേക്കില്ല. കുറ്റപത്രം വൈകുന്നതിനെ തുടർന്ന് ഇരു കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. പോറ്റിയെ കൂടാതെ മുരാരി ബാബുവിനും S. ശ്രീകുമാറിനും ജാമ്യം ലഭിച്ചതാണ്. ജയിലിൽ കഴിയുന്ന മറ്റുള്ളവർക്കും ഇതോടെ ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. 2017 കൊടിമര പുനർപ്രതിഷ്ഠയിലും 2025 ദ്വാരപാലക ശില്പപാളികളിൽ വീണ്ടും സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിലും പ്രത്യേകം കേസെടുക്കാനാണ് SITയുടെ ആലോചന. അന്വേഷണം നടത്തുവാൻ ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ ഇതിലും അന്വേഷണം വരും. UDF സർക്കാർ നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡാണ് കൊടിമര പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഇതുവഴി അനധികൃത പണപ്പിരിവും വാജീവാഹനം ഉൾപ്പെടെയുള്ളവയുടെ അനധികൃത കൈമാറ്റവും നടന്നു എന്നാണ് കണ്ടെത്തൽ. കേസെടുത്താൽ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് കുരുക്കാകും എന്നുകൂടി നിരീക്ഷണമുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ ധൃതി വേണ്ട എന്ന നിലപാടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉള്ളത്. കേസിൽ പ്രതികളായ മുരാരി ബാബുവിനെയും S. ശ്രീകുമാറിനെയും വിശദമായി ചോദ്യം ചെയ്തുവെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റു പ്രതികളെയും ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെങ്കിലും ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ല. അറസ്റ്റ് ചെയ്താൽ 90 ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രമെങ്കിലും നൽകണം എന്നാണ് ചട്ടം. ഇതിന് സാധിക്കാതെ വന്നാൽ പ്രതികൾക്ക് ജയിൽ മോചിതരാകുന്ന സ്ഥിതി പിന്നെയും ഉണ്ടാകും. പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം യഥാസമയം നൽകാൻ സാധിക്കാതെ വരികയും ചെയ്ത SITയുടെ അബദ്ധം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് ED അന്വേഷണ സംഘമുള്ളത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്നെ ED അന്വേഷണം തുടങ്ങിയെങ്കിലും ജനുവരി 9-നാണ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തത്. ഇതിനുശേഷം ജനുവരി 20-ന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഉൾപ്പെടെ 21 ഇടങ്ങളിൽ റെയ്ഡ് രേഖകൾ പിടിച്ചെടുത്തു.
പ്രതികളുടെ ചോദ്യം ചെയ്യലുകൾക്ക് തുടക്കമിട്ടത് ഫെബ്രുവരി 3-നാണ്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ആഴ്ച ജയിൽ മോചിതനായ സ്ഥിതിക്ക് ഉടൻ ചോദ്യം ചെയ്യാനുള്ള സമൻസ് നൽകുകയും ചെയ്യും. പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിൽ പ്രതികളല്ലാത്തവരുൾപ്പെടെ ഉള്ളവരുടെ ചോദ്യം ചെയ്യൽ നടക്കുക. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് ഇവരുൾപ്പെടെ ഈ പട്ടികയിൽ വന്നേക്കാം. ശബരിമല കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്താൻ SITക്ക് വെല്ലുവിളിയാണെങ്കിൽ ED അന്വേഷണത്തിൽ തൊണ്ടി മുതൽ നിർണായകമല്ല. ശബരിമലയിൽ നിന്നും സ്വർണം മോഷണം പോയി എന്ന് ഉറപ്പിക്കുക മാത്രമാണ് അന്വേഷണ സംഘം ചെയ്യുക. അതുപയോഗിച്ച് പ്രതികൾ സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടുക എന്നതാണ് പ്രധാന ദൗത്യം.